ഹേ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണത് ഹീറോ എക്സ്പൾസ് 4Vയുടെ ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യണത് വണ്ടി ടയർ മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനി പറഞ്ഞപ്പോൾ മാറാൻ വേണ്ടിയിട്ട് പോകണതാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു റിവ്യൂ എന്ന രീതിയിൽ എടുക്കണതാണ് വീഡിയോ. അപ്പോൾ ഇത് ഹീറോ എക്സ്പൾസ് 4V. അപ്പോൾ 2 കൊല്ലമായി ഞാൻ ഉപയോഗിക്കണത്. അപ്പോൾ ഒരു 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ല. ഓഫ് റോഡ് കുറവാണ്, കൂടുതലായിട്ട് ലോങ് ട്രാവലാണ്. കാരണം ഓഫ് റോഡിന് ടൈമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഫ്രണ്ട് വീൽ ഇപ്പോൾ ഒരു 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് ഉണ്ടാവുന്ന മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രേക്കിങ്ങിന് വന്ന ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു പട്ടി വട്ടം ചാടുകയും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോൾ ഞാനിങ്ങനെ ഒരു വണ്ടിയുടെ ബാക്കിൽ പോയി ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ കിട്ടിയില്ല. ഒരു ലോറിയുടെ ബാക്കിൽ പോയി ചെറുതായിട്ടൊന്ന് മുട്ടിയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഓടിക്കുമ്പോൾ ഭയങ്കര പേടി മാതിരി ഫീലായിരുന്നു. അപ്പോൾ ഞാൻ കമ്പനിയിൽ പോയി കമ്പനിയിൽ ചോദിച്ചു. അപ്പോൾ കമ്പനി എൻ്റെ അടുത്ത് പറഞ്ഞത് ബ്രേക്ക് പാഡിൻ്റെ പ്രശ്നമാണെന്ന്. ഞാൻ മറ്റേ സെറാമിക് ബ്രേക്ക് പാഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അവർ പറഞ്ഞു സെറാമിക് ബ്രേക്ക് പാഡിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ആ സെറാമിക് പാഡ് ഞാൻ 1300 രൂപയ്ക്ക് വാങ്ങിയതാണ്. എന്നിട്ട് അതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലേ. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞിട്ട് ഞാൻ 700 രൂപയ്ക്ക് കമ്പനിയുടെ ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടു. അതിന് ശേഷം പിന്നെയും ഈ സെയിം ഇഷ്യൂസ്. അപ്പോൾ അവർ പറഞ്ഞു ടയർ മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടയർ മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോണേണ്. അപ്പോൾ അതിന് മുന്നേ അപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാലോ എന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ടയർ മാറാൻ പോണത് മറ്റേ മാക്സിസിൻ്റെ ടയറാണ്. അപ്പോൾ 2700 രൂപയാണ് ഈ ഒരു ടയറിന് പിന്നെ പ്രൈസ്. അപ്പോൾ അവർ മാറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ഞാനപ്പോൾ വീഡിയോ എടുത്തതാണ്. ടയർ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള വീഡിയോയാണ്. അപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. എന്താ കംപ്ലൈൻറ്റ്? ഇപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ മെയിനായിട്ട് വന്നത് വണ്ടി നിൽക്കണല്ലോ, ഭയങ്കര ബലം മാതിരി വന്നിട്ട് ഇടയ്ക്ക് ലൂസായി പോകും, വൈബ്രേഷൻ മാതിരി വലിയ പറഞ്ഞു. അതാണ് മെയിൻ കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ കമ്പനിയിൽ പോയായിരുന്നു. ABSൻ്റെ കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു ABSൻ്റെ ആവാൻ വഴിയില്ല, ബ്രേക്ക് പാഡിൻ്റെ ആണെന്ന് പറഞ്ഞ് മാറ്റി. ഞാനിപ്പോൾ പോകുന്നു. ഇപ്പം ഞാൻ തിങ്കളാഴ്ച എന്തായാലും കമ്പനിയിൽ പോകുന്നുണ്ട് ഈ ഒരു കംപ്ലൈൻറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം അതിൻ്റെ സർവീസ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചിട്ട് ബാക്കി ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ എടുക്കാം. പിന്നെ ടയർ മാറുന്ന വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു.